ഹായോ, കിട്ടിലം ബോട്ടിലല്ലേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വിസ് അറേബ്യൻ്റെ ഷഗഫ് ലൈനിലെ പുതിയ പെർഫ്യൂമുകളിൽ ഒന്നായിട്ടുള്ള ഷഗഫ് ഊദ് അസ്റഖ് എന്ന ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ്. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായോ, ഐ സുഫിയാൻ. ഇന്ന് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ സ്വിസ് അറേബ്യൻ എന്ന ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാതിരിക്കില്ല. കാരണം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടു വളർന്ന ജന്നാത്തുൽ ഫിർദൗസ് എന്നൊരു അത്തർ ഉണ്ടായിരുന്നു. ഭയങ്കര ഡാർക്ക് ഗ്രീൻ കളറായിട്ട് വരുന്ന ഒരു അത്തർ, അത് ഇറക്കിക്കൊണ്ടിരുന്ന ബ്രാൻഡാണ് സ്വിസ് അറേബ്യൻ. അവരുടെ തന്നെ സാപ്പിൾ സോളിഡ് എന്ന പെർഫ്യൂം നമ്മുടെ യൂത്തിനിടയിലും പിന്നെ ഗൾഫുകാരുടെ ഇടയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. അതിൻ്റെ സാപ്പിൾ എന്ന ബ്രാൻഡിൻ്റെ പാരന്റ് കമ്പനിയാണ് സ്വിസ് അറേബ്യൻ. അവരുടെ ഈ ഒരു ഷഗഫ് ലൈൻ ഭയങ്കര ഫേമസ് ആണ്. അതിൽ ഷഗഫ് ഊദ് ഒരു ഗോൾഡൻ ബോട്ടിലുണ്ട്, ചോക്ലേറ്റ്, റോസ്, പിന്നെ ഊദിൻ്റെയൊക്കെ സ്മെല്ലായിട്ട് നല്ല പെർഫോമൻസും നല്ല സ്മെല്ലും ഉള്ള ഒരു പെർഫ്യൂമാണ്. അതിനെ കോപ്പി അടിച്ച് ആ ഒരു ലൈനിൽ കുറേ അത്തറുകൾ നമ്മുടെ എന്താ പറയുക, ഈ ആദിൽ ഖാദിരി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഷനായ എന്നൊരു അത്രയൊക്കെ ഉണ്ട്. പിന്നെ സാപ്പിളിന് തന്നെ സോളിഡ് ഊദോ അല്ലെങ്കിൽ സോളിഡ് ഗോൾഡ് അങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ട്. അതും ആ ഒരു ഷഗഫ് ഊദ് ലൈനിലേക്കുള്ള സ്മെല്ല് വരുന്നതാണ്. അപ്പോൾ അവരുടെ 2022 റിലീസായതാണ്, എന്നാലും ഒരു പുതിയ റിലീസ് എന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ഷഗഫ് ഊദ് അസ്റഖ്. അപ്പോൾ പ്രസൻറ്റേഷൻ അടിപൊളിയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് ഫിക്സ് ചെയ്തിട്ടാണ് പെർഫ്യൂം വരുന്നത്. ഇവിടെ ഒരു വെൽവെറ്റി ഫിനിഷൊക്കെ ഉണ്ട്. പിന്നെ പെർഫ്യൂം ബോക്സിൻ്റെ പിറകിലാണെങ്കിൽ നമ്മൾ സ്വിസ് അറേബ്യൻ ഇൻഗ്രീഡിയൻസ് പിന്നെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബോട്ടിലാണെങ്കിലും നല്ല കിഡിലൻ നേവി കളറിലാണ് വരുന്നത്. താഴേക്ക് ചെറുതായിട്ടൊരു ബ്ലാക്ക് ടച്ച് വരുന്നുണ്ട്. ക്യാപ്പ് ഒരു പ്ലാസ്റ്റിക് ക്യാപ്പാണ്, അത്ര വെയിറ്റ് ഒന്നുമില്ല. എന്നാലും നമുക്ക് സ്വിസ് അറേബ്യൻ്റെ ബ്രാൻഡ് ലോഗോ കാണാൻ പറ്റും. അറ്റോമൈസർ നല്ലപോലെ സ്പ്രേ ചെയ്യുന്നുണ്ട്, നല്ല പവർഫുള്ളായിട്ട് പമ്പ് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് പെർഫ്യൂം. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈലോട്ട് വരുമ്പോൾ ഇതൊരു വുഡി ആംബറി ഫ്രാഗ്രൻസ് ആണ്. ഈ ഒരു പെർഫ്യൂം ഞാൻ ട്രൈ ചെയ്യാൻ 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ഈ ഒരു ഷഗഫ് ലൈനിലുള്ള പെർഫ്യൂംസ് ഒക്കെ തന്നെ നല്ലപോലെ ലാസ്റ്റ് ആ ഒരു പെർഫോമൻസ് എന്ന ഫാക്ടർ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂസ് ഞാൻ കണ്ടതിൽ ഏകദേശം ഒക്കെ തന്നെ ഒരു കൊക്കക്കോളയുടെ നോട്ട് ഈ ഒരു പെർഫ്യൂമിലുള്ളതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ കൊക്കക്കോളയുടെ സ്മെല്ലുള്ള പെർഫ്യൂംസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് നമ്മുടെ മാൻസറയുടെ ടോങ്ക കോള, പിന്നെ വെർസാച്ചയുടെ തന്നെ ബ്ലൂ ജീൻസ് എന്ന പെർഫ്യൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം പ്രൊമിനൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം പ്രസൻ്റ് ആയിട്ടുള്ള ഒരു കൊക്കക്കോളയുടെ സ്മെല്ലുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫ്യൂം ഇതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ടും കൂടെ ആണ് ഞാൻ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോയത്. നമ്മുടെ എടപ്പള്ളിയുള്ള ലുലു മാള് ലുലു ഫാഷൻ എന്നാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഓപ്പൺ ചെയ്യുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു അനിമാലിക് ഊദിൻ്റെ സ്മെല്ലോടുകൂടിയാണ്. നിങ്ങൾ അഹ്മദ് മഗ്രിബിൻ്റെ ബിൻ ഷേക്ക് അല്ലെങ്കിൽ മർജ് അല്ലെങ്കിൽ ഈ ഒരു ഷഗഫ് ഊദ് ലൈനിലുള്ള ഷഗഫ് ഊദ് അസ്വദ് എന്ന പെർഫ്യൂമൊക്കെ ഉണ്ട്, ഒരു ബ്ലാക്ക് ബോട്ടിൽ. അതിൻ്റെയൊക്കെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇഷ്ടമാവും. നിങ്ങൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഫ്രഷ് സെൻസുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഓപ്പണിങ് നിങ്ങൾക്ക് ലേശം ബുദ്ധിമുട്ടായിരിക്കും, അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പിന്നെ അത് നമുക്ക് നല്ല അടിപൊളിയുള്ള തേൻ്റെ ഹണിയുടെ സ്മെല്ല് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നിങ്ങളൊരു സിറപ്പി സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലായിട്ട് ആലോചിക്കരുത്. പകരം ഒരു ഊദിൻ്റെ തടി ആലോചിച്ച് നോക്കുക. അതിൻ്റെ മേലെ കൂടെ നമ്മളിങ്ങനെ തേൻ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെന്ത് സ്മെല്ലുണ്ടാവും. ഒരു ഡ്രൈ ക്വാളിറ്റിയുള്ള സ്മെല്ലാണ്. ഭയങ്കരമായിട്ട് ഒരു നിങ്ങൾ തേനിലിങ്ങനെ മുക്കി ഇറക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു സെൻ്റായിട്ട് ആലോചിക്കരുത്. പകരം ആ ഒരു ഊദിൻ്റെ തടിയുടെ പുറത്തൂടെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചുള്ള ഒരു സ്മെല്ല്, ആ ഒരു ടൈപ്പ് സ്മെല്ലാണ് നമുക്ക് നിന്ന് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് സിന്നമണിൻ്റെ സ്പൈസിനെസ്സും വനിലയുടെ ഒരു സ്വീറ്റ്നെസ്സും കൂടെ കയറി വരുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു മാജിക് സംഭവിക്കുന്നത്. ഈ ഒരു പെർഫ്യൂം നമുക്ക് കൊക്കക്കോളയുടെ സ്മെല്ല് നോട്ടീസ് ചെയ്യാൻ പറ്റും. കൊക്കക്കോളയുടെ ആ ഒരു റെസിപ്പി ഇപ്പോഴും ഒരു ട്രേഡ് സീക്രട്ടായിട്ട് അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഒരു കമ്പനിയിലുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ റെസിപ്പി അറിയൂ. എന്നിരുന്നാലും വിക്കിപീഡിയയൊക്കെ പറയുന്നത് നമ്മൾ ആദ്യം രുചിക്കുന്ന സമയത്ത് ആ ഒരു കോളയുടെ ടേസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വാനിലയും സിന്നമണൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പെർഫ്യൂമിലേക്ക് വാനിലയുടെ സിന്നമണിൻ്റെയും കൂടെ സ്മെല്ല് ചേരുമ്പോൾ ആ ഒരു കൊക്കക്കോള ലൈക്ക് സ്മെല്ല് ഈ ഒരു പെർഫ്യൂമിൽ നമുക്ക് കിട്ടും. പിന്നെ ബേസ് നോട്ട്സിൽ പച്ചുള്ളി ലെതറൊക്കെയാണ് തന്നിട്ടുള്ളത്. എന്നാലും കൂടുതൽ സമയം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുക ആ ഒരു ഊദിൻ്റെയും ഹണി സിന്നമൺ വാനിലയുടെ ഒക്കെ സ്മെല്ലാണ്. വാനിലയൊന്നും ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലല്ല, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാനിലാണ് ഈ ഒരു പെർഫ്യൂമിലുള്ളത്. പിന്നെ ഡീഹൈഡ്രേറ്ററിലോട്ട് നിങ്ങൾ കുറേ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കിന്നിൽ സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെതറിൻ്റെ ടച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിൽ ലെതർ നോട്ട് ഒരിക്കലും പുറത്തേക്ക് എടുത്ത് നിൽക്കുന്ന ഒരു സ്മെല്ലല്ല. നമ്മളൊരു ലെതർ ബേസ്ഡ് സെൻ്റാന്ന് വിചാരിച്ച് ഈ ഒരു പെർഫ്യൂം മേടിക്കരുത്. ഇതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രൈസുള്ള പെർഫ്യൂമുകളുടെ ഒരു ക്വാളിറ്റി
കാണിക്കുന്നുണ്ട്. എന്നാലും പ്രൈസ് ഒരു ഹയർ സൈഡിലാണ്. ഈ ഒരു 75 ml ഏകദേശം ഞാനൊരു 5800 രൂപയുടെ റേഞ്ചിലെങ്ങാണ്ടാണ് അന്ന് പേ ചെയ്തത്. അപ്പോൾ കുറച്ച് പ്രൈസ് കൂടിയ പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലൈൻഡ് ബൈ ചെയ്യുന്ന ഒഴിവാക്കുക, പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഇത് എക്സെപ്ഷണൽ പെർഫോമൻസ്, നല്ല പോലെയുള്ള ലാസ്റ്റിംഗ് ആണ് തരുന്നത്. സ്കിന്നിലൊക്കെ 8+ hours ഒക്കെ കൂളായിട്ട് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലോത്ത്സിൽ 12 മണിക്കൂറും അതിൻ്റെ മേലെ. നമ്മൾ അടുത്ത ദിവസമൊക്കെ ഷർട്ട് ഊരിയിട്ട് എടുത്തിട്ട് മണപ്പിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ സ്മെല്ലുണ്ടാവും. അപ്പോൾ നല്ലപോലെ ഈ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ പകൽ സമയത്ത് നല്ല വെയിലുള്ളപ്പോൾ പുറത്ത് പോകുമ്പോൾ അടിക്കാൻ പറ്റിയ പെർഫ്യൂം അല്ല. വൈകുന്നേരങ്ങളിലും രാത്രികളിലും. ഇപ്പം നല്ല മഴയൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് പൊതുവെ ഏകദേശം എല്ലാ സമയത്തും. അപ്പോൾ എന്നിരുന്നാലും വൈകുന്നേരങ്ങളിലും രാത്രികളിലും ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. ഇൻഡോറൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ സ്പ്രേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തെ 2 to 3 hours നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു പെർഫ്യൂം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 1.5 hour ആം ലെങ്തിൻ്റെ അപ്പുറമൊക്കെ പോയെങ്കിലും പിന്നെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും നിങ്ങൾ ഫ്രഷ് സെൻസൊക്കെ അടിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സ്കിൻ സെൻ്റായിട്ട് മാറും. ഇത് പക്ഷേ നമ്മളെ ചുറ്റിലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻറ്റ് ബബിൾ തീർത്തിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ളൊരു സെൻറ്റാണ്, തിക്കായിട്ടുള്ള സെൻറ്റാണ്. 12 സ്പ്രേ ഒന്നും അടിച്ചിട്ട് പുറത്തോട്ട് പോകരുത്, അത് ശ്രദ്ധിക്കാം. പൊതുവേ ഒരു 25 വയസ്സിന് മേലെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം തണുപ്പുള്ള വൈകുന്നേരങ്ങളിലും രാത്രികളിലും ഒക്കെ നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. ഇൻഡോർസ് ഒക്കെ ഭയങ്കര ചെറിയ സ്പേസ് ഒക്കെ ആണെങ്കിൽ ഓവർ സ്പ്രേ ചെയ്തിട്ടൊന്നും പോകരുത്, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കും. നല്ല കിട്ടിലൻ ക്വാളിറ്റിയാണ് ഈ ഒരു പെർഫ്യൂം ഓഫർ ചെയ്യുന്നതെങ്കിലും ഒരിക്കലും കണ്ണുപൂട്ടി വാങ്ങിക്കാൻ നിൽക്കണ്ട. അത്യാവശ്യം പ്രൈസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഒരു പെർഫ്യൂം അങ്ങനെ കിടക്കുന്ന ഒരു പൈസ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ പോയി ട്രൈ ചെയ്തതിനു ശേഷം മാത്രം മേടിക്കുക. നിങ്ങൾക്ക് എടപ്പള്ളിയുള്ള ലുലു മാളിലുണ്ട്, പിന്നെ ഫോറം മാളിലും ഈ ഒരു സ്വിസ് അറേബ്യൻ്റെ സ്റ്റോർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവിടെ പോയി ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.